ജന്മഭൂമി പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഗീത പി. വ്യോമസേനാ ദിനം. ആവേശമായി ആകാശശക്തി. റിക്കാർഡ് ബുക്കിൽ ഇടം നേടി. കാണാനെത്തിയത് 13 ലക്ഷത്തിലധികം പേർ. ചെന്നൈ. 92ാം വ്യോമസേനാ ദിനത്തിന്റെ ഭാഗമായി ചെന്നൈയിലെ മറീന ബീച്ചിൽ സംഘടിപ്പിച്ച എയർ ഷോ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ 13 ലക്ഷത്തിലധികം പേരാണ് ഇത്തവണത്തെ എയർ ഷോ കാണാൻ എത്തിയത്. ഇതാദ്യമായാണ് ഇത്രയധികം പേർ ഒരു എയർ ഷോയുടെ കാഴ്ചക്കാരാകുന്നത്. ഇതോടെ ഏറ്റവും അധികം കാഴ്ചക്കാരെ നേടി എയർ ഷോ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി. ഇന്നലെ രാവിലെ 11-ന് ആരംഭിച്ച എയർ ഷോയിൽ റഫാൽ, സുഖോയ്, മിഗ്, പ്രചണ്ഡ്, തേജസ് തുടങ്ങി 72 വിമാനങ്ങളാണ് ഭാഗമായത്. സൂര്യ കിരൺ, സാരംഗ് ഹെലികോപ്റ്ററുകളും വിസ്മയം തീർത്തു. എയർ ഷോ കണക്കിലെടുത്ത് 6500 പോലീസ് ഉദ്യോഗസ്ഥരെയും 1500 ഹോം ഗാർഡുകളെയുമാണ് നഗരത്തിൽ വിന്യസിച്ചിരുന്നത്. വ്യോമസേനാ മേധാവി എയർ മാർഷൽ അമർപ്രീത് സിംഗ്, തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. 2003 സെപ്റ്റംബറിലാണ് ഇതിനു മുമ്പ് ചെന്നൈയിൽ എയർ ഷോ സംഘടിപ്പിച്ചത്. ഒടുവിൽ അജിത് കുമാറിന് മാറ്റം. തിരുവനന്തപുരം. ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്തു നിന്നും MR അജിത് കുമാറിനെ മാറ്റി. ഇനി പോലീസ് ബറ്റാലിയന്റെ ചുമതല മാത്രം. ഇന്റലിജൻസ് ADGP മനോജ് എബ്രഹാമിന് ക്രമസമാധാന ചുമതല നൽകി. നേരത്തെ ADGP അജിത് കുമാറുമായി ബന്ധപ്പെട്ട ഉയർന്ന വിഷയങ്ങളിൽ സംസ്ഥാന പോലീസ് മേധാവിയും പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘവും അന്വേഷിച്ച റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആക്ഷേപം, RSS കൂടിക്കാഴ്ച തുടങ്ങിയ വിഷയങ്ങളിലാണ് അജിത് കുമാർ അന്വേഷണം നേരിട്ടത്. ഈ ആരോപണങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യം തള്ളി. എന്നാൽ ആരോപണങ്ങൾ പ്രതിപക്ഷം ഏറ്റെടുത്തു. ആരോപണങ്ങൾ ഉന്നയിച്ച PV അൻവർ MLA പിണറായി വിജയനെ പരസ്യമായി വെല്ലുവിളിച്ച് രംഗത്തെത്തി. CPIയും ശക്തമായി രംഗത്ത് വന്നു. അജിത് കുമാറിനെ മാറ്റണമെന്ന ആവശ്യം LDF ഘടകകക്ഷികളും ഉന്നയിച്ചു. മുസ്ലിം വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴുമോ എന്ന ഭീതിയിലായി CPMഉം മുഖ്യമന്ത്രിയും. ഇതേ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനെന്ന് അറിയപ്പെട്ടിരുന്ന ADGP അജിത് കുമാറിന് സ്ഥാനചലനം. ഹിസ്ബുള്ള ഭീകര കേന്ദ്രങ്ങളിൽ തീമഴ പെയ്യിച്ച് ഇസ്രയേൽ. ഹമാസ് ഭീകരർ നടത്തിയ ആക്രമണത്തിന്റെ 1ാം വാർഷിക വേളയിൽ ഇസ്ലാമിക ഭീകര കേന്ദ്രങ്ങളിൽ തീമഴ പെയ്യിച്ച് ഇസ്രയേൽ. ശനിയാഴ്ച രാത്രി മുതൽ അതിരൂക്ഷമായ ആക്രമണമാണ് ഹമാസിനും ഹിസ്ബുള്ളയ്ക്കുമെതിരെ ഇസ്രയേൽ അഴിച്ചുവിട്ടിരിക്കുന്നത്. അരമണിക്കൂറോളം ഇസ്രയേൽ മിസൈലുകളുടെ താണ്ഡവമായിരുന്നുവെന്നാണ് ലെബനീസ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 30ലേറെ വ്യോമാക്രമണങ്ങളാണ് ഒരു രാത്രി ബെയ്റൂട്ടിൽ ഇസ്രയേൽ നടത്തിയത്. തെക്കേ ലെബനനിൽ കരമാർഗം ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെ ഇതുവരെ വിവിധ റാങ്കുകളിലുള്ള 30 കമാൻഡർമാർ ഉൾപ്പെടെ 440-ലധികം ഹിസ്ബുള്ള ഭീകരരെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ശാസ്ത്രഗണിത എക്സിബിഷൻ. തിരുവനന്തപുരം. പഠനത്തോടൊപ്പം തൊഴിൽ സാങ്കേതിക വൈദഗ്ധ്യങ്ങൾ സ്വായത്തമാക്കുകയും അതിലൂടെ വിദ്യാർത്ഥികളിലെ സമ്പാദ്യശീലം വളർത്തുക എന്നതാണ് സമഗ്ര വിദ്യാഭ്യാസമെന്ന് വിമൻസ് കോളേജ് ഹോം സയൻസ് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സിത്താര സന്ദീപനി സ്കൂളിലെ ശാസ്ത്രഗണിത എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. പഠനത്തോടൊപ്പം സമ്പാദിക്കുക എന്ന പദ്ധതി സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വിജയകരമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ LKG മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ സോപ്പ് നിർമ്മാണത്തിലൂടെയും മറ്റും ചെറിയ തുക സമ്പാദിക്കുന്നത് വലിയ കാര്യമാണെന്നും അവർ പറഞ്ഞു. വയനാട് ദുരന്തം, അതിന്റെ കാരണങ്ങൾ, രക്ഷാപ്രവർത്തനം എന്നിവയും ഈജിപ്തിലെ നാഗരിക ജീവിതവും സൗണ്ട് ആൻഡ് ലൈറ്റ് ഷോയിലൂടെ ആണ് അവതരിപ്പിച്ചത്. വെള്ളത്തിലൂടെയും വായുവിലൂടെയുമുള്ള മലിനീകരണം, സോളാർ വൈദ്യുതി, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ നിരവധി പ്രസക്തമായ വിഷയങ്ങൾ കുട്ടികൾ പ്രദർശനത്തിൽ അവതരിപ്പിച്ചു. പ്രിൻസിപ്പൽ രാധിക സോമസുന്ദരം, ഡയറക്ടർ ഡോക്ടർ KG വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു. ബാഹുലയന് സ്നേഹമുദ്ര പുരസ്കാരം. വർക്കല. ആറ്റിങ്ങൽ കരിയർ ഗൈഡൻസ് ബ്യൂറോ അലംനെ അസോസിയേഷൻ ഏർപ്പെടുത്തിയ സ്നേഹമുദ്ര പുരസ്കാരം ദേശീയ മാരത്തോൺ താരം ധനുവച്ചപുരം സ്വദേശി ബാഹുലയന് സമ്മാനിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് പുരസ്കാരം. 1111 രൂപയും ഫലകവും അടങ്ങിയ പുരസ്കാരം ആറ്റിങ്ങൽ പൂവൻപാറ
SAV ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സമ്മാനിച്ചു. തുഞ്ചൻ സ്മാരകത്തിൽ വിദ്യാരംഭം. തിരുവനന്തപുരം ഗുരുകുല രീതി അനുസരിച്ചുള്ള വിദ്യാരംഭത്തിനായി തുഞ്ചൻ സ്മാരകം ഒരുങ്ങി. വെള്ളിയാഴ്ച സരസ്വതി വിഗ്രഹങ്ങൾ പൂജ വെച്ച് വിദ്യാരംഭ മഹോത്സവത്തിന് തുടക്കം കുറിച്ചു. വിദ്യാരംഭ ചടങ്ങുകൾ വിജയദശമി ദിവസമായ 13 രാവിലെ 7:30 ആരംഭിക്കും. എഴുത്ത്, ചിത്രകല, സംഗീതം, നൃത്തം എന്നിവയിൽ സമ്പൂർണ്ണ വിദ്യാരംഭമാണ് നടക്കുന്നത്. സാംസ്കാരിക കലാരംഗത്തെ പ്രമുഖർ വിദ്യാരംഭത്തിന് ആചാര്യരാകും. വിദ്യാരംഭ കർമ്മത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ പേര് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാം. ഇതിനായി തുഞ്ചൻ സ്മാരകത്തിൽ പ്രത്യേക കൗണ്ടർ പ്രവർത്തനം ആരംഭിച്ചു. തിരൂർ തുഞ്ചൻ പറമ്പിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള മണലിലാണ് ആദ്യാക്ഷരം കുറിക്കുന്നത്. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 0471245747 വയലാർ സാഹിത്യ അവാർഡ് അശോകൻ ചരുവിലിന്. തിരുവനന്തപുരം 48ാമത് വയലാർ രാമവർമ്മ മെമ്മോറിയൽ സാഹിത്യ അവാർഡ് അശോകൻ ചരുവിലിന്റെ കട്ടൂർക്കടവ് എന്ന കൃതിക്ക്. ഇന്നലെ തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ കൂടിയ ജഡ്ജിംഗ് കമ്മിറ്റിയുടെ ശുപാർശ വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് അംഗീകരിച്ചു. ബെന്യാമിൻ, പ്രൊഫസർ KS രവികുമാർ, ഗ്രേസി എന്നിവരടങ്ങിയ ജഡ്ജിംഗ് കമ്മിറ്റിയാണ് അവാർഡ് ജേതാവിനെ ശുപാർശ ചെയ്തത്. 1,00,000 രൂപയും പ്രശസ്തി പത്രവും ശില്പി കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച വെങ്കല ശില്പവുമാണ് അവാർഡ്. അവാർഡ് തുക ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. വയലാർ രാമവർമ്മയുടെ ചരമദിനമായ ഈ മാസം 27 വൈകിട്ട് 5:30 നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കും. വയലാർ രാമവർമ്മ രചിച്ച ഗാനങ്ങളും കവിതകളും കോർത്തിണക്കി സംസ്ഥാന അവാർഡ് ജേതാക്കൾ ഉൾപ്പെടെ പ്രസിദ്ധ ഗായകന്മാരെ പങ്കെടുപ്പിച്ച് വയലാർ ഗാനാഞ്ജലി ഉണ്ടായിരിക്കും. അവാർഡ് നൽകുന്ന വർഷത്തിന്റെ തൊട്ടു മുമ്പുള്ള ഡിസംബർ 31 അവസാനിക്കുന്ന തുടർച്ചയായ 5 വർഷങ്ങൾക്കുള്ളിൽ പ്രഥമ പ്രസിദ്ധീകരണം നടത്തിയിട്ടുള്ള മലയാളത്തിലെ മൗലിക കൃതികളിൽ നിന്നാണ് അവാർഡിനർഹമായ കൃതി തെരഞ്ഞെടുക്കുന്നത്. കഥയോ കവിതയോ നോവലോ വിമർശനമോ തുടങ്ങി ഏതു ശാഖയിൽപ്പെട്ട കൃതികളും അവാർഡിന് അർഹമാണ്. ജഡ്ജിംഗ് കമ്മിറ്റി അംഗങ്ങൾക്ക് പുറമെ ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് ആൻഡ് ട്രഷറർ പ്രൊഫസർ G. ബാലചന്ദ്രൻ, ട്രസ്റ്റ് അംഗങ്ങളായ പ്രഭാവർമ്മ, ഗൗരിദാസൻ നായർ, ഡോക്ടർ V. രാമൻകുട്ടി, ട്രസ്റ്റ് സെക്രട്ടറി B. സതീശൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 1800 കോടിയുടെ മയക്കുമരുന്ന് പിടിച്ചെടുത്തു. ഭോപ്പാൽ മധ്യപ്രദേശിൽ ഭോപ്പാലിനടുത്തുള്ള ഫാക്ടറിയിൽ നിന്ന് 1814 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചെടുത്തു. ഗുജറാത്ത് ഭീകരവിരുദ്ധ സേനയുടെയും ഡൽഹി നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെയും സംയുക്ത ദൗത്യത്തിലാണ് വമ്പൻ മയക്കുമരുന്ന് ശേഖരവും ഇവയുണ്ടാക്കാൻ ഉപയോഗിച്ച വസ്തുക്കളും പിടിച്ചെടുത്തത്. ബഗ്രോഡ ഇൻഡസ്ട്രിയൽ ഏരിയയിലുള്ള ഫാക്ടറിയിൽ നിന്നാണ് ഇവ കണ്ടെടുത്തത്. ഇനത്തിൽപ്പെട്ട മയക്കുമരുന്നാണ് ഇവ. സംഭവത്തിൽ 2 പേർ അറസ്റ്റിലായി. ഗുജറാത്ത് മന്ത്രി ഹർഷ് സാംഗ്വിയാണ് ഇക്കാര്യം എക്സിലൂടെ അറിയിച്ചത്. മയക്കുമരുന്നിനെതിരായ പോരാട്ടത്തിൽ ഗുജറാത്ത് ഭീകര വിരുദ്ധ സേനയ്ക്കും ഡൽഹി നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയ്ക്കും അഭിനന്ദനങ്ങൾ. മയക്കുമരുന്ന് കടത്തും ദുരുപയോഗവും ചെറുക്കുന്നതിൽ നമ്മുടെ നിയമനിർവഹണ ഏജൻസികളുടെ അശ്രാന്ത പരിശ്രമമാണ് ഈ നേട്ടത്തിലൂടെ വ്യക്തമാക്കുന്നത്. സമൂഹത്തിന്റെ ആരോഗ്യവും സുരക്ഷിതത്വവും സംരക്ഷിക്കുന്നതിൽ അവരുടെ കൂട്ടായ ശ്രമങ്ങൾ നിർണായകമാണ്. നിയമപാലകരുടെ അർപ്പണബോധം അഭിനന്ദാർഹമാണ്. ഭാരതത്തെ ഏറ്റവും സുരക്ഷിതവും ആരോഗ്യകരവുമായ രാഷ്ട്രമാക്കി മാറ്റാനുള്ള അവരുടെ ദൗത്യത്തിൽ അവരെ പിന്തുണയ്ക്കുന്നത് തുടരാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ മാസം ആദ്യം ഡൽഹിയിൽ നിന്ന് 5600 കോടി രൂപയുടെ ലഹരി വസ്തുക്കൾ പോലീസ് പിടികൂടിയിരുന്നു. സൗത്ത് ഡൽഹിയിലെ ഒരു ഗോഡൌണിൽ നിന്ന് 560 കിലോഗ്രാം കൊക്കൈൻ, 40 കിലോഗ്രാം മരിജ്വാന എന്നിവയാണ് കണ്ടെടുത്തത്. സംഭവത്തിൽ മുഖ്യ വിതരണക്കാരനായ തുഷാർ ഗോയൽ, ഇയാളുടെ കൂട്ടാളികളായ ഹിമാൻശു കുമാർ, ഔറംഗസേബ് സിദ്ദിഖി, ഭരത് കുമാർ ജെയിൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു ഡൽഹിയിലെത്തി. പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച ഇന്ന്. ന്യൂഡൽഹി മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു ഔദ്യോഗിക സന്ദർശനത്തിനായി ഡൽഹിയിലെത്തി. 4 ദിവസത്തെ സന്ദർശനത്തിനിടയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരുമായി മുയ്സു കൂടിക്കാഴ്ച നടത്തും. 4 മാസത്തിനിടെ മുയ്സുവിന്റെ 2ാമത്തെ ഭാരത സന്ദർശനമാണിത്. പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി, പ്രാദേശിക, അന്തർദേശീയ വിഷയങ്ങൾ ചർച്ച ചെയ്യും.
ഡൽഹിക്ക് പുറമെ വാണിജ്യപരമായ ചർച്ചകൾക്കായി മുംബൈ, ബാംഗ്ലൂരു എന്നിവിടങ്ങളിലും മുഴ്സു സന്ദർശിക്കും. പ്രധാനമന്ത്രിയുമായുള്ള ചർച്ചകൾക്ക് മുന്നോടിയായി മുഴ്സു കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി. ഡൽഹിയിൽ വിമാനമിറങ്ങി മണിക്കൂറുകൾക്കകമായിരുന്നു കൂടിക്കാഴ്ച. മൊയ്സുവുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ സന്തോഷമുണ്ടെന്ന് എസ് ജയശങ്കർ എക്സിൽ കുറിച്ചു. ഭാരതം മാലദ്വീപ് ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയെ അഭിനന്ദിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം നടത്തുന്ന ചർച്ചകൾ നമ്മുടെ സൗഹൃദ ബന്ധത്തിന് പുതിയ ഉണർവ് നൽകുമെന്ന് ആത്മവിശ്വാസമുണ്ടെന്നും ജയശങ്കർ മൊയ്സുവുമായുള്ള ചർച്ചകൾക്ക് ശേഷം എക്സിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജൂണിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മാലദ്വീപ് പ്രസിഡന്റ് പങ്കെടുത്തിരുന്നു. പ്രഥമ വനിതാ സാജിദയും മുഹമ്മദിനെ അനുഗമിക്കുന്നുണ്ട്. ലോകം ആശങ്കയിൽ. എല്ലാ കണ്ണുകളും ഇസ്രയേലിലേക്ക്. ടെൽ അവീവ്. ഇസ്രയേലിൽ ഹമാസ് ഭീകരർ നടത്തിയ ആക്രമണത്തിന് ഇന്ന് 1 വർഷം. ഭീകരാക്രമണത്തിന്റെ 1-ാം വാർഷിക വേളയിൽ ലോകം വലിയ ആശങ്കയിലാണ്. ഇസ്രയേലിന്റെ ഇന്നത്തെ പ്രതികരണം എന്തായിരിക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പുറത്തുവരുന്ന സൂചനകൾ അനുസരിച്ച് ഹമാസ്, ഹിസ്ബുള്ള ഭീകരർക്കെതിരെയും ഇവരെ പിന്തുണയ്ക്കുന്ന ഇറാനുമെതിരെ അതിരൂക്ഷമായ തിരിച്ചടി തന്നെ നൽകുമെന്നാണ് ലോകരാഷ്ട്രങ്ങൾ വിലയിരുത്തുന്നത്. ഇറാന്റെ ആണവ നിലയങ്ങൾക്കും എണ്ണ ശുദ്ധീകരണ ശാലകൾക്കും നേരെ ഇസ്രയേൽ ആക്രമണം നടത്തിയേക്കുമെന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട്. ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടരുതെന്നും പകരം ബദൽ മാർഗം സ്വീകരിക്കണമെന്നും US പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇസ്രയേൽ തീർച്ചയായും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കണമെന്നും പിന്നീട് സംഭവിക്കുന്നതിനെ അപ്പോൾ നേരിടാമെന്നുമാണ് മുൻ US പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ചത്. എന്തായിരിക്കും സംഭവിക്കുക എന്ന ആശങ്ക വ്യാപകമാണ്. മറ്റൊരു ലോകയുദ്ധത്തിലേക്ക് സ്ഥിതിഗതികൾ പോകുമോയെന്ന് ഏവരും ഭയപ്പെടുന്നു. ഇസ്രയേലുകാരും വിദേശികളുമായി 1200 പേരെ അന്ന് ഹമാസ് ഭീകരർ വധിച്ചിരുന്നു. 250 പേരെ തട്ടിക്കൊണ്ടുപോയി. സ്ത്രീകളെ നഗ്നയാക്കി കെട്ടി വലിക്കുന്നതും ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഏവരെയും കരളലിയിക്കുന്നതുമായിരുന്നു. ഇസ്രയേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ വീഴ്ചയായിരുന്നു അന്ന് സംഭവിച്ചത്. ലോകത്തെ ഏറ്റവും മികച്ച രഹസ്യാന്വേഷണ വിഭാഗമെന്ന് പ്രസിദ്ധമായ മൊസാദ് നാണം കെടുകയും ചെയ്തു. അപ്രതീക്ഷിത തിരിച്ചടിയുടെ ഞെട്ടലിൽ നിന്നും തിരിച്ചെത്തിയ ഇസ്രയേൽ ഭീകരതയ്ക്കെതിരെ നീണ്ട യുദ്ധം ആരംഭിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു. തുടർന്ന് ഗാസയിലും ലെബനനിലും ഇറാനിലും ആക്രമണം നടത്തുന്നതോടൊപ്പം ഭീകര നേതാക്കളെ തെരഞ്ഞുപിടിച്ച് വധിക്കുകയായിരുന്നു. പേജർ, വാക്കി ടോക്കി സ്ഫോടനങ്ങളിലൂടെ ഭീകരർ പിടഞ്ഞു വീണ് മരിക്കുന്നത് ലോകം ഞെട്ടലോടെയാണ് കണ്ടത്. അതുവരെ ആരും പ്രയോഗിക്കാത്ത തന്ത്രമായിരുന്നു അത്. ഭീകരരെ മുച്ചൂടം തകർത്ത് ഇസ്രയേൽ അന്തിമ വിജയത്തിലേക്ക് നീങ്ങുന്ന അവസരത്തിലാണ് 1-ാം വാർഷികം എത്തിയിരിക്കുന്നത്. ഭീകരരെ സംബന്ധിച്ചിടത്തോളം ഇത് കാളരാത്രി തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഹമാസ് ഭീകരരെ തകർത്തെറിഞ്ഞ നഗരങ്ങളിലൊന്നായ ദറോത്തിൽ നടക്കുന്ന അനുസ്മരണ ചടങ്ങിന് പ്രസിഡന്റ് ഐസക് ഹെർസോഗ് നേതൃത്വം നൽകും. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ടെലിവിഷനിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്യും. 100 കണക്കിന് പേർക്ക് ജീവൻ നഷ്ടമായ നോവ സംഗീതോത്സവം നടന്ന റെയിം കിബുത്സിലും അനുസ്മരണ ചടങ്ങുകൾ നടക്കും. പാകിസ്ഥാനെ തോൽപ്പിച്ച് ഭാരതം. 2020 ലോകകപ്പ് 2024 ആദ്യ വിജയം. ദുബായ്. 2020 ക്രിക്കറ്റ് വനിതാ ലോകകപ്പിൽ ഭാരതത്തിന് ആദ്യ വിജയം. ഗ്രൂപ്പ് ബിയിൽ 2-ാം മത്സരത്തിനിറങ്ങിയ ഭാരതം ചിരവൈരികളായ പാകിസ്ഥാനെ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 105 റൺസ് എടുത്ത പാകിസ്ഥാനെ 7 പന്തുകൾ ബാക്കി നിൽക്കെ ഭാരതം മറികടന്നു. മുന്നിൽ പാകിസ്ഥാൻ വെച്ച 106 റൺസിലേക്ക് ദുബായിലെ അപ്രവചനീയമായ പിച്ചിൽ ഭാരതം കരുതലോടെയാണ് കളിച്ചത്. ഭാരതത്തിന് 7 വിക്കറ്റ് വിജയം. ഗോളിയോർ. ബംഗ്ലാദേശിനെതിരായ 2020 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഭാരതത്തിന് 7 വിക്കറ്റിന്റെ തകർപ്പൻ ജയം. ഭാരതത്തിന്റെ പേസർമാരും സ്പിന്നർമാരും ഒരുപോലെ തിളങ്ങിയ മത്സരത്തിൽ ബംഗ്ലാദേശിനെ വെറും 127 റൺസിൽ തീർക്കാൻ സാധിച്ചു. ടോസ് നേടിയ ഭാരത നായകൻ സൂര്യകുമാർ യാദവ് ബൗളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇതിനെതിരെ ബാറ്റ് ചെയ്ത കേരളത്തിനായി സഞ്ജു സാംസൺ 29, സൂര്യകുമാർ യാദവ് 29 എന്നിവർ തിളങ്ങി. നിതീഷ് റെഡ്ഡിയും ഹാർദിക് പാണ്ഡ്യയും പുറത്താകാതെ നിന്നു.
ആദ്യം ബാറ്റ് ചെയ്ത 19.5 ഓവറിൽ ബംഗ്ലാദേശ് 127 റൺസ് എടുത്ത് ഓൾ ഔട്ടായി. ബംഗ്ലാ നിരയിൽ മഹ്ദി ഹസൻ മിറാസ് പുറത്താകാതെ നേടിയ 35 റൺസ് ആണ് ടോപ്പ് സ്കോർ. നായകൻ നജ്മൽ ഹൊസൈൻ ഷാൻഡോ 27 റൺസ് എടുത്തു. മത്സരത്തിന്റെ ആദ്യ ഓവറിൽ തന്നെ അർഷദീപ് സിംഗ് ഭാരത തീരുമാനം അറിയിച്ചു. നേരിട്ട ആദ്യ പന്ത് അതിർത്തി കടത്തിയ ലിറ്റൻ ദാസ് 4. തൊട്ടടുത്ത പന്തിൽ അർഷദീപിന് വിക്കറ്റ് സമ്മാനിച്ചു. 3.5 ഓവറുകൾ എറിഞ്ഞ് 14 റൺസ് മാത്രം വഴങ്ങിയ അർഷദീപ് 3 വിക്കറ്റുകൾ സ്വന്തമാക്കി. വരുൺ ചക്രവർത്തിയും ഭാരതത്തിനായി 3 വിക്കറ്റുകൾ നേടി. ശുഭദിനം. നന്ദി.